ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി എഗ് ആണ്. വെൽക്കം ടു ദ വീഡിയോ. ചില്ലി എഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഉപ്പിട്ട് സ്ക്രാമ്പിൾ ചെയ്ത 3 മുട്ട, ഒരു മീഡിയം സവാള ക്യൂബ്സായി കട്ട് ചെയ്ത് ഇതളുകളായി അടർത്തിയെടുത്തത്, പകുതി ക്യാപ്സിക്കം ക്യൂബ്സായി അരിഞ്ഞത്, 5 അല്ലി ചെറുതായി ചോപ്പ് ചെയ്ത വെളുത്തുള്ളി, ഒരു പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്തത്, സോയ സോസ്, ടൊമാറ്റോ സോസ്, 1/4 കപ്പ് വെള്ളത്തിൽ 1/2 ടീസ്പൂൺ കോൺഫ്ലോർ മിക്സ് ചെയ്ത കോൺ സ്റ്റാർച്ച്. ചില്ലി എഗ് ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി വരുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. തീ എപ്പോഴും ഹൈ ഫ്ലെയിമിലായിരിക്കണം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് 1-2 സെക്കൻഡ് നേരം ഇളക്കാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത പച്ചമുളക്, സവാള, ക്യാപ്സിക്കവും ചേർത്ത് 1 മിനിറ്റ് മാത്രം ഒന്ന് കുക്ക് ചെയ്യാം. ഓവർ കുക്ക് ആവണ്ട. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1.5 ടേബിൾ സ്പൂൺ സോയ സോസും ചേർത്ത് 2-3 സെക്കൻഡ് നന്നായി മിക്സ് ചെയ്യാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്ക്രാമ്പിൾ ചെയ്ത മുട്ട കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. എല്ലാം നന്നായി മിക്സ് ചെയ്യാം. എല്ലാം മിക്സ് ആയി കഴിഞ്ഞ് ഇതിലേക്ക് 1/4 കപ്പ് കോൺ സ്റ്റാർച്ച് കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. 10-15 സെക്കൻഡ് ആകുമ്പോൾ തന്നെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട്. ചില്ലി എഗ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.